ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ ഇന്നലെ തേർഡ് പാർട്ടി ഇവന്റ് ചെറിയ ടൂർണമെന്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു ഇവന്റ് ഒറൈനി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത ഒരു BGMI ടൂർണമെന്റ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചു. സിൻസിനാറ്റി കിഡാണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത്. നമ്മളെ 8 ബിറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്ലേയേഴ്സ് ആണ് ഈ ഒരു പുതിയൊരു ഓർഗിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. 48 പോയിന്റായിട്ട് അവർ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് അലിബാബ റൈഡേഴ്സ് നിൽക്കുന്നുണ്ട് 40 പോയിന്റായിട്ട്. തേർഡ് ഒറാങ്കുട്ട നിൽക്കുന്നുണ്ട് 36 പോയിന്റായിട്ട്. 12ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത് 16 പോയിന്റായിട്ട്. അപ്പോൾ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് ഒറൈനി സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഈ ഫിഫ വേൾഡ് കപ്പ് 2024 അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ സെമി ഫൈനൽസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. മൊബൈലിൽ നോക്കുകയാണെങ്കിൽ മൊറോക്കയെ തോൽപ്പിച്ചുകൊണ്ട് മലേഷ്യ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് 3 മാച്ചിൽ 2 മാച്ചുകളും ജയിച്ചുകൊണ്ടാണ് മലേഷ്യ ചാമ്പ്യന്മാരായിട്ടുള്ളത്. കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്തോനേഷ്യയും ചാമ്പ്യന്മാരായി. ബെസ്റ്റ് ഓഫ് 3ൽ 2 മാച്ചുകളും ജയിച്ചുകൊണ്ടാണ് ഇന്തോനേഷ്യ ചാമ്പ്യനായിട്ടുള്ളത്. ഈ ഫുട്ബോൾ നമ്മൾ ഏഷ്യൻ ഡോമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത വർഷത്തെ ആ വേൾഡ് കപ്പിൽ ഇന്ത്യ ആ ഒരു കപ്പ് അടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഇൻഫോ നമ്മൾ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2024 40 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ അപ്പർ ബ്രാക്കറ്റിന്റെയും ലോവർ ബ്രാക്കറ്റിന്റെയും ഒരു ഡേ കൂടി മത്സരങ്ങൾ നടക്കാനുണ്ട്. പക്ഷെ അതെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. റീസൺ എന്ന് പറയുന്നത് ഹാക്കിംഗ് ടീമിനെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാ ടീമുകളും ബാക്കിയുള്ള T1 ടീമുകളൊക്കെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹാക്കിംഗ് ടീമിനെ പുറത്താക്കിയാലും ഞങ്ങൾ ഇനി കളിക്കുള്ളൂ എന്ന രീതിയിൽ ടിയോസിനെ അപ്രോച്ച് ചെയ്യുകയും പ്ലേയേഴ്സ് ഒന്നും കളിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് മാച്ചുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്തില്ല. നിങ്ങൾ പോയിന്റ്സ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ കേട്ടുപരിചയം പോലുമില്ലാത്ത ടീമുകളും പ്ലേയേഴ്സും ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസോട് കൂടിയിട്ട് പോയിന്റ്സ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് പ്ലേയേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട് അടിക്കുന്നത്. ഇവർ ആരാന്ന് പോലും അറിയില്ല. ഈ ഒരു ടീമിന് ഇൻസ്റ്റൈഡ് ഇല്ല, പ്ലേയേഴ്സിന് ഇൻസ്റ്റൈഡ് ഇല്ല, പ്ലേയേഴ്സ് ആരാന്ന് പോലും അറിയില്ല. അതുപോലെ ഒരുപാട് സസ്പീഷ്യസ് ആയുള്ള ക്ലിപ്പുകളും ഇവർക്കെതിരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് അടിക്കുന്നത് ഇവർ ഹാക്കറാണോ അല്ലേ എന്നുള്ളത്. പൊതുവെ നമ്മുടെ ടോപ്പ് പ്ലേയേഴ്സാണ് നമുക്ക് റീസെൻ്റ് ഇവന്റുകളിലൊക്കെ ഈ ഒരു ടീമിനെയും പ്ലേയേഴ്സിനെയും കാണേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മുളച്ചു വരുന്ന രീതിയിലാണ് ചില ടൂർണമെൻറ്റുകളിലൊക്കെ ചില ടീമുകളും ചില പ്ലേയേഴ്സും കയറി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് അടിക്കും. കാരണം BGMI എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്ത് കയറി വന്നാൽ നമുക്ക് മനസ്സിലാവും ഏത് പ്ലേയേഴ്സാണ് സ്ട്രഗിൾ ചെയ്ത് വരുന്നത്, ഏത് പ്ലേയേഴ്സാണ് ഈ ഒരു ഹാക്കിംഗ് ഒക്കെ യൂസ് ചെയ്ത് വരുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുക അങ്ങനെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടീമുകൾക്കെതിരെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. സ്കൈ സ്പോർട്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഇൻഫോ അനുസരിച്ച് ഇവരുടെ ഹാൻഡ് ക്യാം, ഇവരുടെ POV, ഇവരുടെ വോയിസ് ചാറ്റ് എല്ലാ കാര്യങ്ങളും തപ്പി അരിച്ച് പെറുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവർക്കെതിരെ ഒരു പ്രൂഫോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ബാക്കിയുള്ള ടീമുകൾ ഇതുവരെ കളിക്കാൻ റെഡി ആയിട്ടില്ല. എന്നായിരിക്കും ഇത് കളിക്കാൻ റെഡി ആവുക, എന്നായിരിക്കും ഈ ഒരു മാച്ചുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇത് ബന്ധപ്പെട്ട് നമ്മളുടെ ടീം എക്സ്പാർക്കിൽ അല്ലെങ്കിൽ RNTXിലെ ജോക്കറിൻ്റെ ഒരു ട്വീറ്റും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്വീറ്റിൽ പറയുന്ന ഒരു ടീം ബാനായി എന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ടിയോസ് പറഞ്ഞൊരു വേർഡ് എന്നുള്ള രീതിയിലും ആ ഒരു ട്വീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടീം ഞങ്ങളുടെ എല്ലാ ഇവന്റും കളിക്കാറുണ്ട്, ഞങ്ങളെല്ലാം ചെക്ക് ചെയ്താണ് ലെജിറ്റ് എന്നുള്ള രീതിയിലാണ് ടിയോസ് പറഞ്ഞത്. എന്നിട്ട് ആ ഒരു ടീമിന് ബാൻ കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ജോക്കറിൻ്റെ ആ ഒരു ട്വീറ്റും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു മാച്ച് എന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ കേരള കമ്മ്യൂണിറ്റി കപ്പ് KCC 2024 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർ ഫൈനൽസിന്റെ ഗ്രൂപ്പ് ബിയുടെ മത്സരത്തിൽ നമുക്ക് സ്പൈ, കാസ്ട്രോ, ഡോക്കി, ജബാന് തുടങ്ങിയുള്ള ആ ഒരു ലൈനപ്പ് കളിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് JJYTയുടെ ആ ഒരു സ്ലോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ടീമിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കാസ്ട്രോയുടെ ലൈവിലൊക്കെ കണ്ടവർ ആ ഒരു മാച്ചുകൾ കണ്ടിട്ടുണ്ടാകും. നമുക്ക് ആ ഒരു മാച്ചിന്റെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ജെൻഎക്സ് എറർ എന്ന് പറഞ്ഞുള്ള ആ ഒരു 2 പ്ലേയേഴ്സ് കളിച്ച ആ ഒരു ടീമാണ് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ബ്ലെയിൻ JJയുടെ അല്ലെങ്കിൽ സ്പൈയോപി, കാസ്ട്രോ തുടങ്ങിയുള്ള ആ ഒരു ലൈനപ്പ് കളിച്ച ടീം സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 8 ഫിനിഷസ് ടീം സ്വന്തമാക്കി. ഡോക്കി 4, സ്പൈ 3, കാസ്ട്രോ 1 ഫിനിഷുമാണ് സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 2 നമുക്ക് ഷാഡോ ഗെയിമിങ്ങിൻ്റെ വക ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 5 ഫിനിഷസ് ആണ് അവർ സ്വന്തമാക്കിയത്. അവിടെയും നമ്മളുടെ സ്പൈയോപി അല്ലെങ്കിൽ കാസ്ട്രോ കളിച്ച ആ ഒരു ടീം സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. അവിടെ 10 ഫിനിഷസ് ആണ് ടീം സ്വന്തമാക്കിയത്. സ്പൈ 5, കാസ്ട്രോ 2, ഡോക്കി 1, ജബാന് 1 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. മാച്ച് 3 OMG 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. അവിടെ നമ്മൾ ഈ ഒരു ടീം 4th പൊസിഷനിലാണ് എത്തിയത്. 4 ഫിനിഷസ് സ്വന്തമാക്കി. ഡോക്കി 3, കാസ്ട്രോ 1 ഫിനിഷും സ്വന്തമാക്കി. അങ്ങനെ 3 മാച്ചുകളിലായിട്ട് ഡോക്കി 9 ഫിനിഷും, സ്പൈ 8 ഫിനിഷും, കാസ്ട്രോ 4 ഫിനിഷും, ജബാന് 1 ഫിനിഷുമാണ് സ്വന്തമാക്കിയത്. ഡോക്കി അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പൈ, കാസ്ട്രോ ആ ഒരു ഡെഡ്ലി ഡുവോനെയും നമുക്കിതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു
ഒരു ഇവൻറ്റിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. NRI സ്പോർട്സിൻ്റെ ഇൻസ്റ്റ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് QXY ഗെയിമിംഗ് എന്ന് പറഞ്ഞുള്ള ചാനലിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ അതും ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാച്ചുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ സെമി ഫൈനൽസ്, ഗ്രാൻഡ് ഫൈനൽസ് മത്സരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു മാച്ചുകളും കാര്യങ്ങളൊക്കെ ഫുള്ളി കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് പോക്കിമോൻ യൂണിറ്റ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2025 ഇന്ത്യ ലീഗിൻ്റെ ഡേ 4 മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡേ 4 ആര് ചാമ്പ്യന്മാരാവുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. ഭയങ്കര രീതിയിലുള്ളൊരു ഫേവറേറ്റിസം അല്ലെങ്കിൽ ഫാൻ ഫൈറ്റിംഗ് ഒക്കെയാണ് ഈ ഒരു പോക്കിമോൻ യുണൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SA2L, RNTX, ഗോഡൽ തുടങ്ങിയുള്ള നല്ല രീതിയിലുള്ള ബാൻതറും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.